ചില ആളുകൾ എക്സ്ട്രീം ഇൻട്രോവേർട്ട് ആയിരിക്കും, ചില ആളുകൾ എക്സ്ട്രോവേർട്ട് ആയിരിക്കും. അപ്പോൾ ഈ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ, എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളെ കല്യാണം കഴിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകും. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ എല്ലാവർക്കും അറിയാം, അവർ പൊതുവെ സംസാരം കുറവായിരിക്കും, ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന കുറവായിരിക്കും, അവരങ്ങനെ അല്പം കൂടി ഒതുങ്ങിക്കൂടിയ ആളുകളായിരിക്കും. അതായത് പേഴ്സണാലിറ്റി ടൈപ്പാണ് അത് കേട്ടോ. പേടിച്ചത് കൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് ആളുകളെക്കുറിച്ചല്ല പറയുന്നത്. അത് കൗൺസിലിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ആണെങ്കിൽ ഒരു പരിധിയിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിലും ആ ഒരു പേഴ്സണാലിറ്റി കംപ്ലീറ്റ് മാറ്റാൻ സാധ്യമല്ല. പലപ്പോഴും കണ്ടൊരു കാര്യം, അവളൊന്നും മിണ്ടുന്നില്ല, അവൾ ആരോടും മിണ്ടുന്നില്ല എന്ന് പറയും. അപ്പോൾ നോക്കുമ്പോൾ മിക്കവാറും അതൊരു പ്രകൃതമായിരിക്കും. പേടി കൊണ്ട്, പരിചയക്കുറവ് കൊണ്ടൊക്കെ അങ്ങനെയുള്ള പല പെൺകുട്ടികളും അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഗ്രാജുവലി. ഇതും ഒരു പരിധിവരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. പക്ഷേ പേഴ്സണാലിറ്റി, നേരത്തെ ഒരു മോൻ കല്യാണം കഴിച്ച് അവളെപ്പോലെ ഇവളും ആവണം എന്ന് വിചാരിച്ചാൽ നടന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ ഒട്ടും സംസാരമില്ലാത്ത ഭർത്താവ് വളരെയധികം സംസാരമുള്ള ഭാര്യയെ കല്യാണം കഴിച്ചാൽ ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാവും. ഈ ഭാര്യയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഭർത്താവാണെങ്കിലോ പൊതുവെ സംസാരം കുറവുള്ള, ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് കൂടുതലുള്ളതുകൊണ്ട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ സംസാരം കുറവായിരിക്കും, ഒതുങ്ങി നീ ഒന്നും മിണ്ടാതിരിക്കും, എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ, മനുഷ്യനെ സ്വസ്ഥത തരില്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സമയത്ത് മാത്രമല്ല, എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പുള്ളിക്കാരിക്കാണെങ്കിലും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാകും. ഇതിങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും ഇല്ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് വരെ പോയത് കണ്ടിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടിക്ക് സംസാരിക്കണം, റൊമാൻറ്റിക്കായിട്ട് കാര്യങ്ങൾ അതിനാരില്ല. ഇല്ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് ശരിയാണെന്നല്ല, അത് തീർച്ചയായിട്ടും തെറ്റാണ്. പക്ഷേ അബദ്ധവശാൽ ചില ആളുകൾ അങ്ങനെ പോയത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടിക്കാരെങ്കിലും സംസാരിക്കണം. അങ്ങനെയാണ് ഒരു പണ്ടൊരിക്കൽ കൂടെ പഠിച്ച ഒരുത്തനെ കോളേജ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയത്. അവനായിട്ട് ചാറ്റ് ചെയ്ത് ഇവളുടെ കാര്യങ്ങളെല്ലാം അവനോട് പറയും. അപ്പോൾ ഒരു സമാധാനം കിട്ടും. പെൺകുട്ടികളുടെ ഏതൊരു കാര്യമാണെങ്കിൽ അവർക്കൊന്ന് പറയുമ്പോൾ സമാധാനം കിട്ടും. അങ്ങനെ ഇല്ലീഗൽ റിലേഷൻഷിപ്പായിട്ട് അത് വളർന്ന് വലുതായി പ്രശ്നങ്ങളിലേക്ക് പോയത് കണ്ടിട്ടുണ്ട്. അതൊരിക്കലും ശരിയല്ല, അത് തീർത്തും തെറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ പറയുകയാണ്, അങ്ങനെ സാഹചര്യം ഇതുകൊണ്ടുണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞവർ ഇത് കേൾക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾ, ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും, ഞാൻ അല്പം കൂടി സംസാരിക്കേണ്ടതുണ്ട്. എൻ്റെ ഇണക്ക് സ്പൗസിന് അത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഭാര്യയ്ക്ക് അത് ആവശ്യമാണ്. ഇനി കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അവരോടാണ് പ്രത്യേകിച്ചും പറയുന്നത്, ഇണകളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ പറയപ്പെട്ട അല്പം അവരുടെ കോളേജ് പഠനം എങ്ങനെയാണ്, സ്കൂളിൽ എങ്ങനെയായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേഴ്സണാലിറ്റി എങ്ങനെ നേരെക്കുറിച്ച് ധാരണ കിട്ടും. ആ ധാരണ വെച്ചിട്ട് വേണം നമ്മൾ കല്യാണത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എക്സ്ട്രീമിലി കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാകാം. എക്സ്ട്രീമിലി ഇവർ ഇൻട്രോവേർട്ടാണ്, എക്സ്ട്രീമിലി എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ അതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അന്വേഷണത്തിലൂടെ മനസ്സിലാവും. ഞങ്ങൾ അറിഞ്ഞില്ല, പെട്ടുപോയെന്ന് ആരും പറയേണ്ടതില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നന്നായിട്ട് അന്വേഷിക്കുക. എവിടെയാണ് അന്വേഷിക്കേണ്ടത് എന്നാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ ചില പെൺകുട്ടികൾ, നല്ല അച്ചടക്കമുള്ള കുട്ടികൾ, ആരോടും അനാവശ്യമായി സംസാരം പോലും ഇല്ല എന്ന് കേട്ട് കല്യാണം കഴിച്ച ഒരാൾ, എനിക്ക് പരിചയമുള്ള ഒരാൾ, അയാൾ കല്യാണം കഴിച്ച ശേഷം മനസ്സിലായത് അത് അച്ചടക്കം കൊണ്ടല്ല, ആ പെൺകുട്ടി ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് സംസാരം ഇല്ലാതെ ആയതായിരുന്നു എന്ന് മനസ്സിലായത്. അപ്പോൾ അതൊക്കെ ഉറപ്പിക്കുക. അതാ ഞാൻ പറഞ്ഞു, കോളേജിലും അവരുടെ ടീച്ചേഴ്സിനോടും അങ്ങനെയുള്ള കുറച്ച് ആളുകളോടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ കിട്ടും. ആ ധാരണയ്ക്ക് ശേഷം മാത്രം, ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊക്കെ എക്സ്ട്രോവേർട്ടും കുറച്ചൊക്കെ ഇൻട്രോവേർട്ട് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതർവൈസ് ഇതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ ഉൾക്കൊണ്ടതിന് ശേഷം മാത്രം കല്യാണം കഴിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഏറെക്കുറെ ഒരു പൊരുത്തത്തിൽ വരികയും അതുകൊണ്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുകയും സന്തോഷമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്.